മലയാളികളുടെ നമ്പർ 1 ചോയ്സ് കേരള മാട്രിമോണി. ബേസിലേട്ടാ, ഇനി വരാൻ പോകുന്നത് നമ്മുടെ റെട്രോ റൗണ്ട് ആണ്. അതിൽ ഒത്തിരി പഴയ പാട്ടാണ് ഉണ്ടാവുക. അതിൽ നമ്മുടെ ടോപ്പ് സിംഗറിലെ ഒരു മെയിൻ വില്ലൻ ആണ് കേട്ടോ വരാൻ പോകുന്നത്. നമ്മുടെ ദേവതീർത്ഥാണ്. സോ ലെറ്റ്സ് വെൽക്കം ദേവതീർത്ത് ഓൺ സ്റ്റേജ്. അവൻ എന്തോ പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് തോന്നുന്നു. എന്താ ഉണ്ടോ ഒരു കാര്യം? ദേവതീർത്ഥല്ലേ പാടണ്ടേ? വിളിക്കൂ. മോളെന്താ ഓടി വന്നേ? ഒരു കാര്യം ചെയ്യ്, എന്തായാലും വന്നല്ലേ. ഇവരെയൊക്കെ കണ്ടോ? ബേസിലേട്ടനെയും ചേച്ചിനെയും ചേട്ടന്മാരെയൊക്കെ കണ്ടോ? ഹലോ ബേസിൽ ചേട്ടാ, ഞാൻ ലിറ്റിൽ ഏഞ്ചൽ വൈദേഹി. എന്റെ കൂടെ 5-6 ലിറ്റിൽ ഏഞ്ചൽസ് ഉണ്ട്. പിന്നില്ലേ, ഈ MG അങ്കിള് നമുക്ക് മാർക്കൊന്നും തരുന്നില്ല. ആകെ ഒരു ലിറ്റിൽ ഏഞ്ചൽ ഗോൾഡ് സ്റ്റാർ. കേട്ട് കേട്ട് മടുത്തു. പിന്നെ ഞാൻ TV-യിൽ ഒരു സംഭവം കണ്ടിട്ടേ, സ്കൂളെല്ലാം പൊട്ടിച്ചത്. നമുക്കും വേണം ഒരു പരിഹാരം. കൊട്ടേഷൻ, സൈലന്റ് കൊട്ടേഷൻ. ട്രെയിലറില് സ്കൂള് കത്തിച്ച് ഈ ഡ്യൂപ്ലിക്കേറ്റ് ബേസിനോട് ചോദിച്ചിട്ട് എന്ത് കാര്യം? ഒറിജിനൽ ഇവിടെ ഇരിക്കുമല്ലോ, എന്നോട് ചോദിക്കും. കുട്ടിക്ക് എന്താ വേണ്ടേ? എനിക്ക് മാർക്ക് മതി, തരാം. എന്റെ പേരിൽ ഇവിടെ വന്നിരിക്കുമല്ലേ, ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. സൂപ്പർ സ്റ്റാർ, ഈ നോട്ടി സൂപ്പർ സ്റ്റാർ, ഈ സാഡ് സൂപ്പർ സ്റ്റാർ. ഞാൻ പറയുന്നു, പെണ്ണേ, നിനക്ക് മാർക്ക് വേണമെങ്കിൽ നീ തീയാവുക. എന്തൊക്കെയാ ഇവിടെ നടക്കുന്നത്? എന്തായി സംഭവിക്കുന്നത്? മോന്റെ പേരെന്താ? എന്തോ ഭയങ്കര വില്ലനാന്ന് പറഞ്ഞായിരുന്നു, ഇപ്പൊ മനസ്സിലായി. അയ്യോ, ഇതൊരു പഞ്ചപാവം. ആദ്യമായിട്ട് ഇങ്ങനത്തെ ഡ്രസ് പോലും മാർക്ക് ഞാനല്ലല്ലോ മാർക്ക്. ഞാൻ തരാം, ഞാൻ ഇപ്പൊ തന്നെ തന്നേക്ക്. അതെന്താ ബേസിലേട്ടാ പൊട്ടിച്ചിട്ടേ അത് ഞാൻ TV-യിൽ കണ്ടുവല്ലോ. എന്ത് പൊട്ടിച്ചു? സ്കൂള് പൊട്ടിച്ചു. തീയിട്ടതാണ് ഉദ്ദേശിച്ചത്. അത് സിനിമയിൽ ഉള്ള ഡയലോഗാ. അത് ആ ട്രെയിലർ കണ്ടിട്ടാണ് ഈ പ്രശ്നം മൊത്തം ഉണ്ടായിരിക്കുന്നത്. അതെന്താ ബേസിലായിട്ട് എന്താ സംഭവം അറിയാമോ? നമുക്ക് ഇവിടെ കണ്ടസ്റ്റൻസിനാണ് മാർക്കുള്ളത്. ലിറ്റിൽ ഏഞ്ചൽസ് എന്ന് പറയുന്ന ഈ കുഞ്ഞുടു വിഭാഗത്തിന് മാർക്കില്ല. മറ്റേ ഗോൾഡൻ സ്റ്റാർ പൂക്കുറ്റിയേ ഉള്ളൂ. അപ്പൊ ഇവർക്ക് മാർക്ക് വേണം. എന്നോട് ചോദിക്കായിരുന്നു എത്ര വയസ്സുള്ള പിള്ളേര് തൊട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു LKG UKG ഒക്കെ ലിറ്റിൽ ഏഞ്ചല്, പിന്നെ 14 വയസ്സും കണ്ട് അല്ലെ, അവിടെ വരെ ഉണ്ട് നമുക്ക് മത്സരം. കാരണം എന്റെ വീട്ടിൽ ഒരു 2 വയസ്സുള്ള ഒരെണ്ണം ഉണ്ട്. ഭയങ്കര ബഹളം, ഉടനെ തന്നെ ഇങ്ങോട്ടൊക്കെ വരേണ്ടി വരും. അതെ, മറ്റൊരു ലിറ്റിൽ ഏഞ്ചലായിട്ട്. ലിറ്റിൽ ഏഞ്ചൽസിന് എല്ലാത്തിലും 100 മാർക്കാ. അതുകൊണ്ടാണ് മാർക്ക് തരണ്ടാത്ത തീരുമാനിച്ചത്. എന്നാലും മരണമാസത്തിൽ ഇതുപോലെ എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്കി കൊടുക്കാൻ സാധിക്കുമോ? പരിഹാരം കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇതൊന്നും പോയി ചെയ്തേക്കരുത്. അതിലെ ഡയലോഗിൽ പറഞ്ഞ പോലെ ഫ്ലോർ കത്തിക്കാൻ. എന്റെ പൊന്നെ, അങ്ങനൊന്നും ചെയ്തേക്കല്ലേ. അത് സിനിമയിലാണ്. ആ ക്യാരക്ടറിന് ഇച്ചിരി വട്ടുള്ള ക്യാരക്ടർ, അതുകൊണ്ടാ പുള്ളി അങ്ങനെയൊക്കെ പറയുന്നത്. സാധാരണ അങ്ങനെ ചെയ്യാൻ പാടില്ല. ബേസിലും ബാക്കി എല്ലാരും ഒരു 2-3 എപ്പിസോഡ് കഴിയുമ്പോ പോവും. പിന്നെ ഡി കാന്താരി, നീ വാ, മാർക്ക് വേണമെന്ന് ചോദിച്ചോണ്ട് വാ, ഞാൻ തരാം കേട്ടോ. അണ്ണനാണത് സൈഡ് തിരിഞ്ഞു നിൽക്കുന്നത്. അങ്ങനെയാണെങ്കിൽ സ്ഥലം വിട്ടോ. എവിടാ വീട്? അല്ല, എവിടാ വീട്? എവിടാ വീട്? കാസർഗോഡ്. അങ്ങോട്ട് പൊക്കോ, സ്ഥലം വിട്ടോ. ആ മടുത്തന്നല്ലേ പറഞ്ഞേ? പരിപാടിയല്ല, പിന്നെ ഗോൾഡ് സ്റ്റാർ കിട്ടിയിട്ട്. മോളെ, നിനക്ക് പല്ലെങ്കിലും വരട്ടെ. വന്നിട്ട് നമുക്ക് എന്തെങ്കിലും മാർക്ക് അതിനെ പറ്റി ആലോചിക്കാം. എടാ അണ്ണ, നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടാ. നീ പരിഹാരം തീർക്കാൻ വേണ്ടി വെച്ചിരിക്കല്ലേ? നീ ബേസിലിനെ പോലെ മരണമാസിന്റെ വേഷത്തിൽ വന്നിട്ട് നീ ഇവിടെ വലിയ വിളച്ചിലെടുക്കുന്ന മലയാളികളുടെ നമ്പർ 1 ചോയ്സ് കേരള മാട്രിമോണി. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.